KSRTC ഡിപ്പോകളിൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ള പരാതിക്ക് പരിഹാരമാകുകയാണ്. ഇനി എല്ലാ KSRTC ഡിപ്പോകളിലും ജൂലൈ 1 മുതൽ മൊബൈൽ ഫോൺ നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കും. എൻക്വയറി കൗണ്ടറിന്റെ ആവശ്യം ഇനി ഇല്ല എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ചലോ ആപ്പ് കൂടുതൽ കാര്യക്ഷമമായി വരും. ബസ്സുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും ചലോ ആപ്പിൽ അറിയാൻ സാധിക്കും. അന്തർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പരമാവധി കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഡ്യൂട്ടിക്ക് പോകണം. ഓഫീസിൽ ഇരുന്നുള്ള കളി ഇനിയില്ല. ചെലവ് പരമാവധി കുറയ്ക്കും. പൊതുജനങ്ങൾക്കും വിളിക്കാൻ കഴിയും. ഗുരുതര രോഗമുള്ളവരെ മാത്രം ഓഫീസ് ജോലിക്ക് നിയോഗിക്കും. മറ്റുള്ളവർ ജോലിക്ക് പോകണമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. പരമാവധി ഓഫീസുകളെ ഓഫീസാക്കി മാറ്റും. പരമാവധി പേപ്പർ ജോലികൾ കുറയ്ക്കും. പലയിടത്തും ലാൻഡ് ഫോണുകൾ പ്രവർത്തിക്കുന്നുമില്ല. കൺസെഷൻ കാർഡുകൾ സ്മാർട്ട് കാർഡുകൾ ആക്കും. കുട്ടികൾക്ക് പുതിയ സ്മാർട്ട് സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇറക്കുന്നതായിരിക്കും. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 109 രൂപ വാർഷിക ചെലവ് വരുന്ന രീതിയാണ് വാർഷിക കാർഡുകൾ ഇറക്കുന്നത്. മാസം 25 ദിവസം അവർക്ക് നിശ്ചയിക്കപ്പെട്ട റൂട്ടുകളിൽ യാത്ര ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. സ്റ്റുഡൻസ് കാർഡ് പുതിയ KSRTC കാർഡാക്കി മാറ്റേണ്ടതില്ല. സ്റ്റുഡൻസ് കാർഡ് KSRTC ട്രാവൽ കാർഡാക്കി മാറ്റാവുന്നതാണ്. റീചാർജ് ചെയ്താൽ മതിയാകും. മാധ്യമ പ്രവർത്തകർക്കും അംഗപരിമിതർക്കും എല്ലാവർക്കും പ്രത്യേക സ്മാർട്ട് കാർഡ് വരും. 1 ലക്ഷം ട്രാവൽ കാർഡ് അടിച്ചതിൽ 82,000 വിറ്റുപോയിട്ടുണ്ട്. 4 ലക്ഷം ട്രാവൽ കാർഡുകൾ കൂടി പുറത്തിറക്കുന്നതായിരിക്കും. ട്രാവൽ കാർഡുകൾ വിപണിയിൽ ലഭ്യമാക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും ഗണേഷ് കുമാറിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ KSRTC പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്ത് വികസനത്തിനെയും അവർ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഓഫീസാക്കുന്നത് ഫോൺ എന്ത് വന്നാലും കോൺഗ്രസ് അതിനെ മൊത്തമായി അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒരു വികസനത്തിനെ എതിർക്കാമോ അതൊക്കെ UDFും കോൺഗ്രസും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടിനെ തന്നെ പിന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് വികസനം മുരടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സതീശനും കൂട്ടരും.